الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യ വിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ റമളാനിന്റെ ആദ്യ പകുതി പിന്നിട്ടിരിക്കുകയാണ്. എന്ത് വേഗതയിലാണ് റമളാനിന്റെ ദിനരാത്രങ്ങൾ നമ്മിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണിമ ഒട്ടുന്ന വേഗതയിൽ പോകുന്ന ഈ റമളാൻ അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത്. ഒരാളുടെ ആയുസ്സിൽ കിട്ടാത്ത പുണ്യങ്ങൾ സ്വന്തമാക്കാനാകാവുന്ന
ലൈലത്തുൽ ഖദ്റിനെ ഇനിയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാളും ശ്രേഷ്ഠമുള്ള ഒരു രാത്രി. 1000 മാസങ്ങളിൽ 83.33 കൊല്ലാണുള്ളത്. ശരാശരി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയുസ് എന്ന് പറഞ്ഞാൽ മാ ബൈന 60 വ 70, 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പ്രവാചകൻ പറയുമ്പോൾ, ഒരു മനുഷ്യന്റെ ആയുസ്സിൽ കിട്ടാവുന്ന പുണ്യത്തേക്കാൾ 83 കൊല്ലം ചെയ്താൽ കിട്ടാവുന്ന പുണ്യത്തേക്കാൾ അധികമായി ഒരു രാത്രി. നമ്മളൊക്കെ കുഴങ്ങിപ്പോയി. തുടക്കത്തിൽ കാണിച്ച ആവേശവും ഉത്സാഹവും ഒക്കെ അലസതയിലേക്ക് എത്തിയിട്ടുണ്ട്. ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാനുള്ള ശുഷ്കാന്തിയും, തറാവീഹ് നമസ്കാരത്തിൽ പങ്കെടുക്കാനുള്ള ആവേശവും, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള ശ്രമവുമൊക്കെ മുന്നോട്ടാണോ അതല്ല പിന്നോട്ടാണോ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക, പുണ്യത്തിലേക്കും നന്മയിലേക്കും സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കും മുന്നേറാൻ തന്റെ മനസ്സിനാകുന്നോ, തന്റെ ജീവിതത്തിനാകുന്നോ എന്ന് നമ്മൾ സ്വയം വിചാരണയ്ക്ക് തയ്യാറാവുക. ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇനി വരാനുള്ള ദിവസങ്ങളിലും നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗമാണ്, അല്ലാഹുവിന്റെ പാപമോചനമാണ് നമുക്ക് അന്യമാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അലസത വെടിയണം, അശ്രദ്ധ വെടിയണം. വ്യവസ്ഥാപിതമായി ക്രിയാത്മകമായി നമുക്ക് കിട്ടുന്ന സമയത്തെ നമ്മൾ ചിട്ടപ്പെടുത്തണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന 10 എത്തിക്കഴിഞ്ഞാൽ തന്റെ അരപ്പട്ട മുറുക്കിയെടുക്കുകയും രാത്രിയെ സജീവമാക്കുകയും തന്റെ കുടുംബമിത്രാദികളെ വിളിച്ചുണർത്തി പുണ്യം നേടാൻ, പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ അവരെ പ്രചോദനം, മോട്ടിവേഷൻ നൽകുമായിരുന്നു. വാഹിയ ലൈലഹു, പ്രവാചകന്റെ രാത്രിയെ ഹയാത്താക്കും. വായിക്കലഹു, താൻ മാത്രം സ്വർഗത്തിലേക്ക് പോയാൽ പോരാ, തന്നോടൊപ്പം തന്റെ ഭാര്യയും തന്റെ കുടുംബവും തന്റെ കുട്ടികളും എല്ലാവരും വേണമെന്നുള്ള ചിന്താഗതിയോടുകൂടി പുണ്യങ്ങൾ ചെയ്യാൻ തന്റെ കുടുംബത്തിന് പ്രചോദനവും പ്രേരണയും പ്രോത്സാഹനവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ പള്ളിയിൽ സമ്മേളിച്ചിട്ടുള്ളത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായ ബദർ യുദ്ധം നടന്ന ഒരു രാവിലാണ്, 17ാം രാവ്. ഇസ്ലാമിക ചരിത്രത്തിൽ തന്റെ ലിപികളാൽ രേഖപ്പെടുത്തിയ ദിനമാണിത്. അല്ലാഹുവിന്റെ മാലാഖമാർ ഭൂമിയിൽ വന്ന് നിഷ്പക്ഷം അതല്ലെങ്കിൽ കുറഞ്ഞ ആളുകളുള്ള ആളുകൾക്ക് വേണ്ടി പോരാടിയ ഒരു ദിനമാണ് ബദർ. യൗമുൽ ഫുർഖാൻ എന്നാണ് ഖുർആൻ ബദർ ദിനത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത്. ഫുർഖാൻ എന്നുള്ള പേര് ഖുർആനിൽ ഉപയോഗിച്ചു. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി
വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യാസത്യ വിവേചനം എന്നാണ്. സത്യവും അസത്യവും പോരാടിയിട്ടുള്ള ദിനമാണ് ബദർ യുദ്ധം. സത്യവും അസത്യവും തൗഹീദും ശിർക്കും നേർക്ക് നേരെ ഏറ്റുമുട്ടിയ യുദ്ധമാണ് ബദർ യുദ്ധം. എണ്ണത്തിലല്ല, ആദർശത്തിലും അതിൽ അടിയുറച്ചു നിൽക്കുന്നതിലുമാണ് ഏറ്റവും പ്രാധാന്യമെന്ന് നമ്മെ പഠിപ്പിച്ച യുദ്ധം ബദർ യുദ്ധമാണ്. മക്കയിൽ ബഹിഷ്കരണങ്ങൾ ഏറ്റുവാങ്ങി, പീഡനങ്ങൾ ഏറ്റുവാങ്ങി, മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി അബിസീനയിലേക്ക് ഹിജ്റ പോയി. അതും കഴിഞ്ഞ് മദീനയിലേക്ക് ഹിജ്റ പോയിട്ടും ശത്രുക്കൾ വിടാതെ മർദ്ദനങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കിയപ്പോൾ മദീനയിൽ നിന്ന് മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി വലിയൊരു കച്ചവട സംഘത്തെ പറഞ്ഞയച്ച് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് മുസ്ലിങ്ങളെ ഇല്ലാതാക്കണമെന്നുള്ള അജണ്ടയ്ക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സംഘത്തെയാണ് പ്രവാചകൻ മദീനക്കടുത്ത് തടഞ്ഞത്. ഒരു യുദ്ധത്തിനുള്ള ഒരുക്കത്തോടുകൂടിയല്ല പ്രവാചകനും സഹാബത്തും ഒരുങ്ങിപ്പുറപ്പെട്ടത്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരുന്ന കച്ചവട സംഘത്തെ തടയണം, ഈ മുതല് കൊണ്ടുപോയി, ഈ ലാഭം കൊണ്ടുപോയി മുസ്ലിങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രവാചകനും സഹാബത്തും അവരെ തടയാനായിട്ട് പോയത്. ഞാൻ ചരിത്രം വിശദീകരിക്കുന്നില്ല. ബദറിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ബദർ യുദ്ധത്തെ സംബന്ധിച്ച് പലതവണ കേട്ടതാണ് നമ്മൾ. ബദറിന്റെ രണാങ്കണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അത് മാത്രം ചിന്തിച്ച് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ മുട്ടിൻ കാലിൽ നിന്നുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഇത് യസ്തഈസൂന റബ്ബുക്കും, റബ്ബിനോട് ഇസ്തിആസ നടത്തി. ഫസ്തജാബ ലക്കും, ആ സഹായപ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുകയും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, ഇടതടവില്ലാതെ 1000 മലായികത്തുകളെ ഈ ദുനിയാവിലേക്ക്, ഈ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരമേകിയെന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മെ ഉണർത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഹദീസുകളിൽ കാണാം. ഈ ചെറുസംഘത്തെ എങ്ങാനും പടച്ച തമ്പുരാനെ നീ പരാജയപ്പെടുത്തുകയാണെങ്കിൽ നിന്നെ മാത്രം ആരാധിക്കുന്ന, നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, നിനക്ക് മാത്രം നേർച്ചാ വഴിപാടുകൾ ചെയ്യുന്ന ഒരു ജനസഞ്ചയം ഈ ലോകത്തുണ്ടാവില്ല റബ്ബേ. അതുകൊണ്ട് ഈ ചെറുസംഘത്തെ സഹായിക്കണേ എന്ന് ബദറിന്റെ രണാങ്കണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുകൈകളും ആകാശത്തേക്ക് ഉയർത്ത് കൈയിന്റെ കക്ഷത്തിന്റെ വെളുപ്പ് പ്രകടമാകുന്ന രൂപത്തിൽ കൈ ഉയർത്തിക്കൊണ്ട് പ്രവാചകന്റെ കണ്ണുനീർ ധാരധാരയായി ഒഴുകിയെന്ന് ചരിത്രത്തിന്റെ താളുകളിൽ വായിച്ചെടുക്കാം. ആത്മാർത്ഥമായി, നിസ്വാർത്ഥമായി, വിനയത്തോടുകൂടി, താഴ്മയോടുകൂടി, ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കാബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് അബൂജഹലും ഖുറൈശികളും പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥന അല്ലാഹുമ്മ അൻസുർ അഇസ്സൽ ജുൻദൈനി
പടച്ച തമ്പുരാന് രണ്ട് സൈന്യത്തിൽ ഇസ്സത്തുള്ള, പ്രതാപമുള്ള, സത്യമുള്ള, ധർമ്മമുള്ള, ന്യായമുള്ള ആളുകളെ നീ വിജയിപ്പിക്കണമേ. വാക്കിറമൽഫിറത്തൈനി, ഏറ്റവും ആദരണീയമായിട്ടുള്ള സൈന്യത്തെ വിജയിപ്പിക്കണമേ. വഖൈറൽ കബീറത്തൈനി, ഏറ്റവും നല്ല ഗോത്രത്തെ വിജയിപ്പിക്കണമേ. അബൂജഹൽ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹു മുൻസർ അഹദൽ ഫിറത്തൈനി, രണ്ട് സംഘത്തിൽ നിന്നും ഹിദായത്തിന്റെ വാർത്താക്കൾ ആരാണോ അവരെ നീ വിജയിപ്പിക്കണമേ. അയ്യുനാ കാന ഖൈറൻ ഇൻദക ഫൻസുർ റബ്ബേ, ഈ ചെറിയ രണ്ട് സംഘങ്ങളുടെ കൂട്ടത്തിൽ ഏത് സംഘമാണോ നിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ആ സംഘത്തെ, ആ സൈന്യത്തെ, ആ വിഭാഗത്തെ, ആ ഗോത്രത്തെ വിജയിപ്പിക്കണേ. എന്തിനു വേണ്ടി നടന്നത്? പ്രവാചകൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അബൂജഹലും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്തിനിവിടെ യുദ്ധം നടന്നു? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനവും ഇതര പ്രസ്ഥാനവുമുള്ള വിനിലിപ്തത എന്താണ് വ്യത്യാസമെന്ന് തിരിച്ചറിയാൻ ബദറിന്റെ സന്ദേശം മതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെ മാത്രം വിളിച്ചു തേടുമ്പോൾ അബൂജഹൽ അല്ലാഹുവിനോടൊപ്പം ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഒബുലിനെയും അതുപോലെ മറ്റുള്ള ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നു. മുജാഹിദുകളായ നമ്മൾ അല്ലാഹനെ മാത്രം വിളിച്ചു തേടുന്നു. സുന്നികളാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ അല്ലാഹുവിന് പുറമെ പുത്തൻപള്ളിയിലും അതുപോലെ ഏർവാടിയിലും അതുപോലെ നാഗ്പൂരിലെയും അതുപോലെ തന്നെ ബദരീങ്ങളെയും അതുപോലെ തന്നെ ഉറുദീങ്ങളെയും ഒക്കെ വിളിച്ചു തേടുന്നു. രണ്ട് കക്ഷികളായി ആധുനിക കാലഘട്ടത്തിലെ വിശ്വാസികളെ നമ്മൾ തരംതിരിക്കുമ്പോൾ ഒരു വിഭാഗം പ്രവാചകന്റെ വിധത്തിൽപ്പെടുന്ന വിഭാഗമാണ്, മറുവിഭാഗം അബൂജഹലിന്റെ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. മാത്രം അതിനായി യുദ്ധം നടന്നത്. അല്ലാഹനെ മാത്രം വിളിച്ചു തരണമെന്നും അർത്ഥനയും പ്രാർത്ഥനയും നേർച്ചയും വഴിപാടും അല്ലാഹ്ക്ക് മാത്രം സമർപ്പിക്കണമെന്ന് പറയുന്ന ആളുകൾ പിഴച്ച ആളുകളാണ്, പുത്തൻവാദികളാണ്. സലാം പറയാൻ പാടില്ല എന്നും കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല എന്നും അവരെ ഒറ്റപ്പെടുത്തണമെന്നും ജനങ്ങളെല്ലാം ഒന്നാണ് എന്ന് കേരളത്തിന്റെ ഒരു കരയിൽ നിന്ന് മറ്റൊരു കര വരെ ഘോഷയാത്ര കെട്ടി പറയുമ്പോൾ വഹാബികളെ ഒറ്റപ്പെടുത്തണമെന്ന് പറയാൻ മടിയില്ലാത്ത വിധം നമ്മുടെ സമൂഹം അകപ്പെടിച്ചു പോയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ബദറിന്റെ വേളയിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എന്ത് തെറ്റ് ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത തെറ്റ് ഏകനായ, അജയ്യനായ, അതുല്യനായ, ഉറവില്ലാത്ത, ഉറക്കമില്ലാത്ത, മാറ്റമില്ലാത്ത, ഒടുക്കമില്ലാത്ത, പകരമില്ലാത്ത അല്ലാഹനെ മാത്രം ആരാധിച്ചു എന്നതാണ് തെറ്റ്. നമ്മുടെ പ്രോഗ്രാമുകള്, നമ്മുടെ വാലുകള്, നമ്മുടെ സംഗമങ്ങള് ചീഞ്ഞ മുട്ട കൊണ്ട് എറിയുകയും ശബ്ദകോലാഹലങ്ങൾ കൊണ്ട് ഒരു പ്രോഗ്രാം നടത്താൻ പറ്റാത്ത രൂപത്തിലേക്ക് ഈ സമൂഹം പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അബൂജഹൽ അന്ന് ചെയ്താണ് നമ്മുടെ സമൂഹവും ചെയ്യണത്. 313, 319 എന്നുണ്ട്. ആ ചെറു സംഘം ആയിരക്കണക്കിന് സർവസന്നാഹങ്ങളുള്ള എല്ലാ യുദ്ധക്കോപ്പുകളുമുള്ള ഒരു സൈന്യത്തെയാണ് ഏറ്റുമുട്ടുന്നത്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഇടതടവില്ലാതെ നിരപരാധികളായ ഒട്ടേറെ മനുഷ്യരെ കൊന്നെടുക്കുന്ന ഈ ആനുകാലിക പശ്ചാത്തലത്തില് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ കൊടുത്ത നിർദ്ദേശങ്ങളുണ്ട്. സ്ത്രീകളെ കയ്യേറാൻ പാടില്ല, കുട്ടികളെ ദ്രോഹിക്കാൻ പാടില്ല, പല വൃക്ഷങ്ങളെ മുറിക്കാൻ പാടില്ല, സന്ധിക്ക് വന്ന ആളുകളെ, സമാധാനത്തിന് വന്ന ആളുകളെ സ്വീകരിക്കണം എന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് എല്ലാവിധ മനുഷ്യാവകാശ നിയമങ്ങൾക്കും അതീതമായി നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ചിരുന്നു. യുദ്ധം തുടങ്ങിയ ഉടനെ നിരപരാധികളായ കുട്ടികളെ കൊന്നുകൊണ്ട പ്രവാചകൻ പറഞ്ഞു, പള്ളികളും അമ്പലങ്ങളും മഠങ്ങളും നിങ്ങൾ തകർക്കാൻ പാടില്ല,
പാതിരിമാരെയും അതുപോലെ തന്നെ ആരാധന നടത്തുന്ന ആളുകൾക്കും തടസ്സമുണ്ടാക്കാൻ പാടില്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആടിനെ പട്ടിയാക്കി തച്ചുകൊല്ലുന്ന പ്രവണതയാണ് ഇന്ന് പല രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. വർഷങ്ങൾക്ക് മുമ്പ് പല കാര്യങ്ങളും പറഞ്ഞ് ഇറാഖ് എന്ന രാജ്യത്തെ ഇല്ലാതാക്കിയ ആളുകൾ ഇന്ന് ഒരു രാജ്യത്തെയും ആ രാജ്യത്തിന്റെ പരമോന്നതനായിട്ടുള്ള ഭരണകർത്താക്കളെയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് നീതിയല്ല, അവരുടെ ആദർശത്തെ പറ്റിയല്ല, ആ നയം ശരിയല്ല എന്ന് പറയാനുള്ള ആർജവം പോലും നമ്മുടെ രാജ്യത്തിനില്ല. അതാണ് നമുക്ക് കഷ്ടം. മർദ്ദിത ജനവിഭാഗത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പോലും നമ്മുടെ മനസ്സ് അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സഹോദരങ്ങളെ, ബദറിന്റെ സന്ദേശം എന്താ? ചുരുക്കി പറയാം. ഒന്ന്, അള്ളാന്റെ ദീനിനെ സഹായിക്കാൻ തയ്യാറായാൽ, അള്ളാന്റെ ആദർശത്തെ ജയിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ, നമ്മൾക്ക് നമ്മുടെ കാലുകൾക്ക് ബലം നൽകാൻ, ശക്തി പകരാൻ അള്ളാഹുണ്ടാകും. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹ് നിങ്ങളെയും സഹായിക്കും. ഒന്നാമത്തെ പാഠത, അള്ളാന്റെ ദീനിനെയും അള്ളാന്റെ മതത്തെയും അള്ളാന്റെ ഭവനത്തെയും നിങ്ങൾ സഹായിക്കാൻ തയ്യാറുണ്ടോ? നമ്മളെ സഹായിക്കാൻ, നമ്മുടെ കാര്യങ്ങൾക്ക് സഹായം നൽകാൻ അള്ളാഹ് ഉണ്ടാകും. രണ്ടാമതായി, എല്ലാത്തിലും ഉപരി നമ്മുടെ ആദർശത്തെ നമ്മൾ സ്നേഹിക്കണം. സ്വന്തം മാതാപിതാക്കളെക്കാൾ, സ്വന്തം മക്കളെക്കാൾ, സ്വന്തം സഹോദരങ്ങളെക്കാൾ, ഭാര്യയേക്കാൾ, കുടുംബത്തെക്കാൾ, സമ്പത്തേക്കാൾ, വീടിനേക്കാൾ, ബിസിനസിനേക്കാൾ ഉപരിയായി അഹബ്ബയിലേക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി, ഈ പറയപ്പെട്ട 8 വ്യക്തികളോടാണോ, ഈ പറയപ്പെട്ട 8 വ്യക്തികളോടാണോ അള്ളാഹുവിനേക്കാളും അള്ളാഹുവിന്റെ റസൂലിനേക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമരത്തെക്കാളും ഉപരിയായി ഈ പറയപ്പെട്ട വ്യക്തികളെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ കാത്തിരിക്കണം. അള്ളാന്റെ ശിക്ഷ, അള്ളാനെയും അള്ളാന്റെ റസൂലിനെയും എല്ലാത്തിലും ഉപരി സ്നേഹിക്കണം. മുജാഹിദികൾക്ക് പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പലപ്പോഴും വിധി എഴുതാറുണ്ട്. അള്ളാഹുവിനെയും അള്ളാന്റെ റസൂലിനേക്കാളും അള്ളാന്റെ റസൂലിനെയും എല്ലാത്തിലും ഉപരിയായി സ്നേഹിക്കണം. ഇല്ലെങ്കിൽ ശിക്ഷ ഉണ്ടാകും, അള്ളാന്റെ ശാപമുണ്ടാകും. അത് തള്ളിപ്പറയുന്ന ആളുകളല്ല നമ്മൾ. പക്ഷേ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് ആണ്ടിലൊരിക്കൽ നബിദിനം ആഘോഷിച്ചുകൊണ്ടല്ല, 365 ദിവസവും പ്രവാചകന്റെ ചര്യ ജീവിതത്തിന്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് മുത്തബിഉ സുന്നയായിക്കൊണ്ട്, യഥാർത്ഥ സുന്നിയായിക്കൊണ്ട്, ഇന്നറിയുന്ന സുന്നല്ല, സുന്നത്തെടുക്കുന്ന അഹ്ലു സുന്നത്തിന്റെ വാക്താക്കളായി മാറിക്കൊണ്ട് സ്നേഹിക്കണം. സഹോദരങ്ങളെ, ഇനിയോ ബാപ്പാനോട് നമുക്ക് സ്നേഹമുണ്ട്, ഉമ്മാനോട് സ്നേഹമുണ്ട്, ഭാര്യയോട് സ്നേഹമുണ്ട്, കുടുംബത്തിനോട് സ്നേഹമുണ്ട്. ഖുർആൻ പറയാ, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി യുവാദൂന മൻ ഹാദല്ലാഹ വറസൂലഹു. വിശുദ്ധ ഖുർആൻ പറയാ, ലാ തജിദു ഖൗമൻ, നിങ്ങൾക്കൊരു സമൂഹത്തെ കാണാൻ കഴിയില്ല, യുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളെ, വയൗമിൽ ആഖിരി, പരലോകത്ത് വിശ്വസിക്കുന്ന ആളുകൾ, യുവാദൂന, അവർ സ്നേഹിക്കുന്നവർ, മൻ ഹാദല്ല, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനും എതിരായി പ്രവർത്തിക്കുന്ന ആളുകളുമായി സൗഹാർദ്ദം പുലർത്തുന്നവരായി കണ്ടെത്താൻ കഴിയില്ല. ഇസ്ലാമിന്റെ ശത്രു ബാപ്പയാണ്, ഉമ്മയാണ്, കുടുംബമാണ്. ഖുർആൻ പറയാ, ഇസ്ലാമിന്റെ ശത്രു വലൗ കാനൂ ആബാഹും, അവർ നിങ്ങളുടെ ഉപ്പമാരാണെങ്കിലും
ഔ അബ്നാഹും നിങ്ങളുടെ മക്കളാണെങ്കിലും, ഔ ഇഖ്വാനുഹും നിങ്ങളുടെ സഹോദരന്മാരായാലും, ഔ അശീറത്തുക്കും നിങ്ങളുടെ കുടുംബമായാലും, ഇങ്ങനെ സ്വഭാവമുള്ള ആളുകൾ ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ അവരുടെ മനസ്സിൽ ഈമാൻ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. വയ്യദഹും ബിറൂഹിൻ മിന്നു അല്ലാഹുവിന്റെ റൂഹ് കൊണ്ട് ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ സ്വർഗ്ഗത്തിൽ പോകും. ഉലൈക ഹിസ്ബുല്ലാഹ് അല്ലാഹുവിന്റെ കക്ഷികൾ, അല്ലാഹുവിന്റെ പാർട്ടിയോല. ആദർശത്തിന്റെ മുമ്പിൽ ബന്ധത്തിനോ സ്വന്തത്തിനോ സ്ഥാനല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകൻ അബ്ദുള്ളയും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്. ബാപ്പി മകനും യുദ്ധം കഴിഞ്ഞു വരിക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളെ പ്രതികരിച്ചും മകൻ അബ്ദുള്ള മുശ്രിക്കുകളെ പ്രതികരിച്ചും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വാളിന്റെ തലപ്പിൽ നിന്ന് ഉതിർന്നു വരുന്നത് മുശ്രിക്കുകളുടെ രക്തമാണ്. മകൻ അബ്ദുള്ളയുടെ വാളിൻ കൊമ്പിലൂടെ ഉതിർന്നു വരുന്നത് മുസ്ലിങ്ങളുടെ രക്തമാണ്. രണ്ടാമതൊരു പെരല ഒരു തമ്മിൽ സംഭാഷണം. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖിനോട് മകൻ പറയാ, ബാപ്പേ നമ്മുടെ യുദ്ധം ചെയ്തപ്പോഴേ പല സമയത്തും നിങ്ങളും ഞാനും നേർക്കുനേരെ വന്നു. എന്റെ വാളുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പയെ കൊല്ലുന്നത് ഞാൻ വെറുത്തുകൊണ്ട് ഞാൻ മനഃപൂർവ്വം മാറി നിന്നു എന്ന് അബ്ദുള്ള തന്റെ പിതാവായ അബൂബക്കറിനോട് പറയുന്നത് റളിയല്ലാഹു. അദ്ദേഹം പറഞ്ഞത്, മോനെ നീ എങ്ങാനും എന്റെ വാളിന്റെ മുമ്പിലേക്ക് വന്നിരുന്നെങ്കിൽ തുണ്ടം തുണ്ടമായി കഷ്ണം കഷ്ണമായി വെട്ടി നിർത്തുമായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകൻ അബ്ദുള്ള സംഭാഷണമാണ്. ആദർശത്തിന്റെ മുമ്പിൽ, സത്യത്തിന്റെ മുമ്പിൽ, ബന്ധത്തിനും സ്വന്തത്തിനും, സ്വന്തം പാർട്ടിക്കും, സ്വന്തം അനുയായികൾക്കും, സ്വന്തം സിൽബന്ധികൾക്കും യാതൊരു സ്ഥാനവുമില്ല. ബദർ നൽകുന്ന പാഠത. അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകനെ നോവിച്ച, പ്രവാചകനെ മർദ്ദിച്ച, പ്രവാചകനെ നാട് കടത്തിയ മുഴുവൻ ആളുകളും മക്ക വിജയഘട്ടത്തിൽ പ്രവാചകന്റെ കീഴിൽ വന്നു. മക്കയിൽ പ്രവാചകൻ പതാക നാട്ടി ഇസ്ലാമിന് കീഴ് വന്നു. കഅബാലയത്തിലുള്ള മുഴുവൻ പ്രതിമകളും പ്രതിഷ്ഠകളും ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ജാഹൽ ഹഖു വദഅകൽ ബാത്തിലു എന്നുള്ള പ്രഖ്യാപനം നടത്തി. ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി, ആദാ യൗമുൽ മൽഹമ, ഇന്ന് ഇറച്ചിന്റെ ദിവസം, ഇന്ന് പ്രതികാരത്തിന്റെ ദിവസം. ഇസ്ലാമിന്റെ പേരിൽ ഇന്ത്യയിൽ പോലും ബദർ ഉണ്ടാക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന, അതല്ലെങ്കിൽ കാർട്ടൂൺ വരച്ചതിന്റെ പേരിൽ, പ്രവാചകനെ ഇജ്ജത്തിന്റെ പേരിൽ കൈകൾ വെട്ടാൻ മുന്നോട്ട് വരുന്നതിന് മുമ്പേ എന്താണ് പ്രവാചകന്റെ ചരിത്രമെന്നും പ്രവാചകന്റെ ജീവിതമെന്നും മനസ്സിലാക്കണം. ഹംസ റളിയല്ലാഹുവിന്റെ കരളിൽ കടിച്ചെടുത്ത ആ കൊല്ലമാണ് ദുഃഖവർഷമെന്ന് രേഖപ്പെടുത്തിയത്. എല്ലാം കൊണ്ട് ആലോചിച്ചു. ഖദീജ റളിയല്ലാഹുവിന്റെ മരണം, അബൂ താലിബിന്റെ മരണം, ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. ആ വായിച്ചിട്ട് മുഖത്തേക്ക് പിന്നെ നോക്കിയിട്ടില്ല. അവനെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിഞ്ഞതിന്റെ മുന്നിക്കനെ വരണ്ടാന്ന്. എന്നിട്ടും പ്രവാചകൻ പറഞ്ഞൊരു വാചകമുണ്ട്, ആദാ യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. ഫദ്ഹബൂ ഫദ്ഹബൂ അൻതും തുലകാ, നിങ്ങളെല്ലാവരും സ്വതന്ത്രന്മാരാണ്, പോയിക്കോളൂ. ഇതാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ മുഖം നമ്മൾ വികൃതമാക്കല്ലേ. തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഏറ്റുമുട്ടലിന്റെയും രക്തച്ചൊരിച്ചിലിന്റെയും പേര് പറഞ്ഞ് ദയവ് ചെയ്ത് ഇസ്ലാമിനെ വികൃതാക്കരുത്. പിന്നെ ചില ആൾക്കാർ മനസ്സിലാക്കിയത് ബദരീങ്ങൾ ഇപ്പൊ ജീവിച്ചിരിക്കേണ്ടതാ, ഇവിടെ കബറിലുണ്ടെന്ന് എത്തിക്കാം. സൗദി അറേബ്യ എത്ര പ്രൊട്ടക്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു മണ്ണുണ്ടാവോ? ഒക്കെ വാരി കൊണ്ടുപോയില്ല. നമ്മള് വലിയ വലിയ മതിലുകൾ ഉണ്ടാക്കി, മുൾക്കമ്പി ഉണ്ടാക്കി പ്രൊട്ടക്ട് ചെയ്തൊക്കെയാണ്. ആൾക്ക് മണ്ണും പൊടിയും മുടിയും ഇതൊക്കെ കിട്ടിയാൽ മതി.
സുന്നത്തൊന്നും വേണ്ട. പ്രവാചകന്റെ കബറുമത്തെ പൊടി മുടിയിലിട്ട് കുലുക്കി കുടിച്ച എന്താണ് ഇവരൊക്കെ നമ്മൾ പറയാ? ഞങ്ങൾ ആലോചിക്കുന്നത് 23 കൊല്ലം കൊണ്ട് മുടിന്റെ പോലീസ് അടിക്കാൻ വന്ന പ്രവാചകന്റെ മുടിക്കായാലും മറ്റൊന്നൊക്കെ സാറ്റത ഉണ്ടോ എന്നുള്ളത് വേറെ വശം. പക്ഷെ അത് സ്വീകരിക്കേണ്ടത് പ്രവാചകന്റെ സുന്നത്ത. ഖുർആൻ പറഞ്ഞ തരങ്ങള് വലാ തസുബ്ബുല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതുൻ, അള്ളാന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ മരിച്ചുപോയി എന്ന് പറയരുത്. അത്രേ നമ്മൾ പറയുള്ളൂ, ബാക്കി പറയില്ല. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, ഭൂമിയിലല്ല അവർ ജീവിച്ചിരിക്കുന്നത്, അള്ളാന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് ഭക്ഷണം നൽകപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. ഇവിടല്ല സ്വർഗത്തോപ്പുകളിൽ പാറി നടക്കുന്ന പച്ചവർണ്ണമുള്ള പക്ഷികളുടെ ശരീരത്തിലേക്ക് അവരുടെ ആത്മാക്കളെ പ്രവേശിച്ചുകൊണ്ട് അവരിങ്ങനെ പറന്നു നടക്കുന്നു എന്ന് ഷഹീദിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇന്നിവിടെ 313 പത്തിരി കിടക്കുകയാണ്. 313 പത്തിരി, നെയ്യപ്പവും കൽത്തപ്പവും. എന്നാ ബദരീങ്ങളെ പിൻപറ്റുണ്ടോ? നമ്മൾ പറയുന്നത് ബദരീങ്ങളെ തള്ളിപ്പറയണ്ട. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ സ്വന്തം നാടും സ്വന്തം വീടും സമ്പത്തും മാറ്റി ജീവൻ ത്യജിച്ചത്, ആ മാർഗത്തിലേക്ക് നമ്മൾ വരണം. ബദരീങ്ങളെ നമ്മൾ പിൻപറ്റണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ മരിച്ച ആൾക്കാരെ വിളിച്ചാൽ പാടുക. മരിച്ചോലെ നിങ്ങൾ ആലോചിച്ച് നോക്കി. കൊണ്ടോട്ടി ശുഹദാക്കളെ കുറിച്ച് എന്താ പറഞ്ഞത്? അയാ ശുഹദാഹു ഇന്നാ ഖദ് കസദ്നാ ഇലൈകും ലിഗാസതി സാഇലീനാ അറീസൂനാ ഇദസ്തദൽ അലീനാ തറായിബു ലൈസ ഫീഹി മയ്യതീനാ. അയാ ശുഹദാ, രക്തസാക്ഷികളെ, ഇന്നാ ഖദ് കസദ്നാ, ഞങ്ങളുടെ സർവ്വ പ്രതീക്ഷകളും നിങ്ങളാണ്. 2 കൈകളും ഉത്തരത്തിന് വേണ്ടി നിങ്ങളിലേക്ക് നീട്ടുന്നു. നിങ്ങളല്ലാതെ ഒരാളും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനില്ല. അല്ലല്ലോ, അല്ലല്ല, ബദരീങ്ങളല്ല. ബദരീങ്ങള് ശുഹദാക്കള് നിങ്ങൾ ആലോചിക്കണേ. അല്ലപ്പോ ചോദിക്കാണ് വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പടച്ചോനല്ലാതെ ആരുണ്ടോ നിങ്ങളെ പാപങ്ങൾ പുറത്തരാൻ പഠിച്ചു ചോദിക്കുക. നമ്മള് നേരെ അങ്ങട്ട് നല്ലോണം കൈമടക്കി കൊടുത്തോളി, നല്ലോണം വിളിച്ചോളി. ഇവരെങ്ങട്ടാണ് ഈ സമൂഹത്തെ കൊണ്ടുപോണത്? ശിർക്കിലേക്കല്ലേ? പ്രവാചകൻ പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധല്ലേ? ഇനിയും മാറി ചിന്തിക്കാനും ജീവിതത്തിൽ വേണ്ട മാറ്റത്തിനും ഇനിയും സമയമായില്ലേ? ബദർ യുദ്ധം നമ്മെ പഠിപ്പിക്കണതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ബദറിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട്, ബദരീങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, ബദരീങ്ങളുടെ പാത പിൻപറ്റി ബദരീങ്ങൾ ഒന്നിച്ച് സ്വർഗം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക. നമുക്കെല്ലാവർക്കും അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.